ഓടിക്കളിച്ച് ആർത്തുല്ലസിച്ച് കൂട്ടുകൂടി നടക്കേണ്ട ബാല്യ കൗമാരങ്ങൾ അടച്ചിടപ്പെട്ട ഈ കോവിഡ് കാലത്ത് അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നിശ്ചയമായും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അവരുടെ ഭാഷയിൽ കൈകാര്യം ചെയ്യുവാൻ അവർക്ക് മാനസിക ഉന്മേഷം നൽകുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വരുന്ന 24, 25, 26 തീയതികളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. സഭാവ്യത്യാസമില്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിശ്ചയമായും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുവാനായിട്ട് ഉത്സാഹിപ്പിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണോ ഇന്നത്തെ സൺഡേ സ്കൂൾ പഠിക്കാൻ വന്നേ? ആണല്ലേ? നമ്മൾ ഓരോ പാഠങ്ങളിൽ അനേക കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ടല്ലേ? നിങ്ങൾക്കത് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, നിങ്ങളതെല്ലാം ഗ്രഹിക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ സൺഡേ സ്കൂളിലെ ഓരോ ടെക്സ്റ്റിലുള്ള വായന ഭാഗം ഇല്ലേ, ആ വായന ഭാഗം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടല്ലേ? അപ്പം നിങ്ങളത് ശ്രമിക്കുമ്പം ചിലപ്പോൾ അല്പസ്വല്പം ബുദ്ധിമുട്ട് കാണും അല്ലേ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് ഭാഷയിലും നിങ്ങൾക്കത് വായിക്കാം. അതിൽ നിങ്ങൾക്ക് പ്രയാസം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കില്ലേ, ആ സമയത്ത് സന്ധ്യാപ്രാർത്ഥനയിലോ പ്രഭാത പ്രാർത്ഥനയിലോ ഈ ചാപ്റ്ററുകൾ ഒന്ന് വായിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആയിട്ടൊരു ഡിസ്കഷൻ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇച്ചിരിയും കൂടെ ഗ്രഹിക്കാൻ സാധിക്കും. അതിലെല്ലാം നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഇതിൽ വായിക്കുമ്പം നിങ്ങൾ ഈ സൺഡേ സ്കൂളിൽ ഇത്രയും നമ്മൾ 33ാമത്തെ പാഠം എത്തി. ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ സൺഡേ സ്കൂൾ ടെക്സ്റ്റിലെ പാഠങ്ങളുടെ എല്ലാം തീരുവാണ്. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഗ്രഹിക്കുകയും നിങ്ങളുടെ ആത്മീയ ജീവിതം കർത്താവുമായിട്ടുള്ള ജീവിതം നല്ല പോലെ പോകുന്നുണ്ടോയെന്ന് നിങ്ങൾ അത് എൻഷുർ ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പം കഴിഞ്ഞ പാഠങ്ങളിലെല്ലാം പഠിക്കുന്നത് നിങ്ങളൊന്ന് വായന ഭാഗത്തിൽ അതും കൂടെ എടുത്തൊന്ന് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലേ? അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിന്റെ തുടർച്ചയായിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ അതിനുമുമ്പ് ചോദിച്ചോട്ടെ, നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ആരെ ശ്രദ്ധിച്ചിട്ടായിരുന്നു അഥവാ ആരെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു നമ്മുടെ പാഠങ്ങൾ മൊത്തം? യേശുപ്പച്ചനെ കുറിച്ചായിരുന്നു അല്ലേ? അതെ, അതിന്റെ തുടർച്ചയായത് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. എന്നാലും നിങ്ങളിത് ചിലപ്പോൾ കേട്ട് കാണും, ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും. അപ്പം നിങ്ങൾ ഇച്ചിരിയും കൂടെ ശ്രദ്ധയോടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ പാഠം ഒരുമിച്ച് മനസ്സിലാക്കാൻ നോക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് കഴിഞ്ഞ പാഠത്തിൽ യേശുവിനെ വിസ്തരിച്ചത് നമ്മൾ കണ്ടു അല്ലേ? യേശുവിനെ വിസ്തരിച്ചതും എല്ലാം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയതും ക്രൂശീകരണത്തെക്കുറിച്ചും ഈ പാഠത്തിൽ നമ്മൾ ഇന്ന് കാണാൻ പോവാണ്, അഥവാ പഠിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ 33ാമത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ എത്തി. അപ്പം കുഞ്ഞുങ്ങളെ, നിങ്ങൾ പത്രത്തിലാണെങ്കിലും ഒരു പേജ് ഉണ്ട് അല്ലേ? ആൾക്കാർ മരിക്കുന്നവരുടെ ഫോട്ടോ എല്ലാം ഇടാൻ ഒരു പേജ് നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? ഇങ്ങനെയാണ് സാധാരണ ആൾക്കാർ മരിക്കുന്നത്. ചിലർ പ്രായം ചെന്ന് മരിക്കും, അതെ. ചിലർ ആക്സിഡന്റ് വന്ന് മരിക്കും. പിന്നെ വേറെ ചിലര് അവര് തന്നെ അവരുടെ ജീവൻ എടുത്തു കളയും അല്ലേ? അതിന് ആത്മഹത്യ എന്ന് പറയും. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ പല രീതിയിൽ ആൾക്കാർ മരിക്കാറുണ്ട് അല്ലേ? പക്ഷേ
എപ്പോഴെങ്കിലും പത്രം വായിച്ചോ മാതാപിതാക്കൾ പറഞ്ഞോ ഈ ആളെ ക്രൂശിച്ചു എന്നുള്ളൊരു വാർത്ത നിങ്ങളുടെ ചെവിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? പത്രത്തിലൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇന്നയാളെ ക്രൂശിച്ചു എന്നൊന്നും നമ്മൾ കാണാറില്ല. പക്ഷേ നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, നമ്മുടെ പാപവും ശാപവും എല്ലാം വഹിച്ച് ക്രൂശിൽ യാഗമായി തീർന്നാണ് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് അല്ലേ? ക്രൂശീകരണത്തിലൂടെയായിരുന്നു അത് ചെയ്തത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് കാണാൻ പോവാണ്. പീലാത്തോസിന് മുമ്പിൽ യേശുവിനെ 3 വട്ടം വിസ്തരിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു അല്ലേ? നിങ്ങളത് ഓർത്തിരിക്കാൻ എളുപ്പമായിട്ട് പത്രോസ് യേശുവിനെ എത്ര വട്ടം തള്ളി പറഞ്ഞു? 3. പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ എത്ര വട്ടം വിസ്തരിച്ചു? 3. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും 3 എന്നുള്ള ഈ അക്കം. പീലാത്തോസ് യേശുവിനെ വധശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു. വല്ല കുറ്റം കണ്ടിട്ടായിരുന്നോ? അല്ല. യേശുവിന് ഒരു കുറ്റവും കണ്ടെത്താൻ പീലാത്തോസിന് കഴിഞ്ഞില്ല അല്ലേ? അപ്പൊ തന്നെ താൻ ഒരു കാര്യം ചെയ്തു, യേശുവിനെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. പക്ഷേ എല്ലാ ജനവും കാണുകെ പീലാത്തോസ് തന്റെ കൈ കഴുകിയിട്ട്, ഒരു സൂചന പോലെ കൈ കഴുകിയിട്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. അന്നത്തെ റോമ ചക്രവർത്തിക ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അവരുടെ കാലത്തിൽ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ച ഒരാളെ അവര് എന്ത് ചെയ്യും? അവര് ക്രൂശിക്കും, കുറ്റവാളിയെ ക്രൂശിക്കും. പക്ഷെ യേശു കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. യേശുവിന്റെ ഒരു കുറ്റവും ഒരു തെറ്റും ആർക്കും കണ്ടെത്താനൊത്തില്ല. യേശു കുറ്റം ചെയ്തിട്ടുമില്ല. ഇങ്ങനെ ഇവർ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചപ്പം റോമൻ പടയാളികള് യേശുവിനെ പല രീതിയിൽ അങ്ങ് പീഡിപ്പിക്കാൻ തുടങ്ങി. അവരാദ്യമേ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. താൻ ഇട്ടിരുന്ന അങ്കി അവരെന്ത് ചെയ്തു? അത് വസ്ത്രം അഴിച്ചെടുത്തു. അവനെ ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. അവന്റെ മേൽ തുപ്പി. ഇതെല്ലാം പരിഹാസത്തോടെ അവർ ചെയ്തതാ. തുപ്പി. ഒരു കോൽ കൊണ്ട് മുൾക്കിരീടം വെച്ചിരുന്ന ആ തലയിൽ അവര് അടിച്ചു. ആ തലയിൽ അവര് അടിച്ചു. കുറ്റവാളിയെ അവര് തല്ലുവാൻ ഉപയോഗിക്കുന്ന എന്തായിരുന്നെന്നോ? മുള്ള് കടിപ്പിച്ച ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടായിരുന്നു അവരിത് ചെയ്തുകൊണ്ടിരുന്നത്. ശക്തിയോടെ അടിച്ചു. യേശുവിന്റെ പുറത്തെ മാംസം അത് ഉഴുവുചാല പോലെ അവരാക്കി. എന്നിട്ട് യേശുവിനെ അവര് പരിഹസിച്ചു. ഓർക്കുക കുട്ടികളെ, യേശുപ്പച്ചൻ ഒരു ദൈവപുത്രനാ അല്ലേ? താൻ ദൈവപുത്രനാ. താൻ ഈ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും പരിഹാസത്തിന് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആയിരുന്നു അല്ലേ? തുടർന്ന് യേശുവിനെ എവിടെ വെച്ചാണ് ക്രൂശിച്ചതെന്നാണ് നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത്. യേശുവിനെ ഗോൽഗോഥ അഥവാ തലയോടിടം എന്ന് വെച്ച സ്ഥലത്തായിരുന്നു യേശുവിനെ അവര് ക്രൂശിച്ച്. അത് യെരൂശലേം നഗരത്തിന് പുറത്തായിരുന്നു. ഈ ഗോൽഗോഥ എന്ന പദത്തിന് ലത്തീൻ ഭാഷയില് ആണ് കാൽവറി എന്ന് പറയുന്നത്. കാൽവറി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഗോൽഗോഥയുടെ ലത്തീൻ പദമാണ് കാൽവറി. ഇനി നമുക്കറിയാം, ഈ കുറ്റവാളികളെ അവർ ക്രൂശ് ചുമപ്പിക്കും. ആരാണോ കുറ്റം ചെയ്തത് അവരെ അവർ ക്രൂശ് ചുമപ്പിക്കുന്ന ഒരു സമ്പ്രദായമുള്ളത് കൊണ്ട് യേശുവിനെ അവർ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. പക്ഷേ തലേ ദിവസത്തെ പീഡകളും കഷ്ടങ്ങളും എല്ലാം കാരണം യേശുവിന്റെ ശരീരം ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ അവർ കണ്ടു. എന്നിട്ട് വിളിക്കുവാണ്. ആ വ്യക്തി ആരാന്നറിയണ്ടേ? അതാണ് കുറേനക്കാരനായ ഷിമോൻ. കുറേനക്കാരൻ എന്ന് വെച്ചാൽ ഒരു ആഫ്രിക്കൻ ഷിമോൻ എന്നാണ് തൻ്റെ പേര്. തന്നെ അവർ നിർബന്ധിച്ചു. എന്തിന്? യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ. ഇങ്ങനെ അവര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേക സ്ത്രീകള് ഒരു വലിയ ജനസമൂഹം തന്നെ എന്ത് ചെയ്തു എന്നോ? അവര് യേശുവിന്റെ പിന്നാലെ ചെന്നു. പക്ഷേ ആ സമയത്ത് യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ഒരു നിമിഷം നമുക്കൊന്ന് നിന്നാലോ? നമ്മൾ ഇപ്പം 2 കാര്യങ്ങൾ കണ്ടു.
അല്ലേ? യേശു അപ്പച്ചൻ ക്രൂശ് ചുമന്നിങ്ങനെ പോകുകയാണ്. തനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഒരാളെ നിർബന്ധിക്കുവാണ്. ഈ പടയാളികൾ നിർബന്ധിച്ചു. താൻ ഈ ക്രൂശ് ചുമന്നു. പ്രിയ കുഞ്ഞുങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. മാതാപിതാക്കള്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, നമ്മുടെ ചേർച്ചിലെ പാസ്റ്റർ, അല്ലെങ്കിൽ ആരുമായിട്ട് മുതിർന്ന ആരും നമ്മളെ നല്ലൊരു കാര്യം ചെയ്യുവാൻ നിർബന്ധിക്കുമ്പോൾ നിങ്ങളത് ചെയ്യാൻ മടി കാണിക്കാറുണ്ടോ? ചിലപ്പോൾ അത് പാവരിക്കാനായിരിക്കും, ചിലപ്പോൾ അത് ബൈബിളൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവെക്കാനായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കും, ചിലപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം ധ്യാനിക്കാൻ നിർബന്ധിക്കും. നിങ്ങളത് വിസമ്മതിക്കുവോ? വിസമ്മതിക്കുന്നെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ഈ കുറേനക്കാരനെ പിൻകാലത്തിൽ ദൈവം അനുഗ്രഹിച്ചു, തൻ്റെ മക്കളെ അനുഗ്രഹിച്ചതായിട്ടൊക്കെ ബൈബിളിലുണ്ട്. അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുമ്പം കുഞ്ഞുങ്ങളെ നിങ്ങളത് വിസമ്മതിക്കാതെ ചെയ്യുവാണെങ്കിൽ എന്ത് പ്രാപിക്കും? കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. ഇനി ക്രൂശീകരണത്തിന് വേണ്ടി പോകുന്ന യേശുവിനെ നോക്കി അവരെല്ലാം കരഞ്ഞപ്പം യേശു പൊട്ടിക്കരയാണോ ചെയ്തേ? അല്ല, അല്ലേ? യേശു അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തി, അല്ലേ? കാരണം താൻ ഒരു ദൗത്യം ചെയ്യാൻ പോവാണ്, താൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പോവാണ്. താൻ അത് ഓർത്ത് അലമുറയിട്ട് കരയോ ഒന്നുമല്ല ചെയ്തേ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി യേശുപ്പച്ചൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ പലപ്പോഴും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിലോട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് മാതൃകയായിട്ട് ഇവിടെ കാണുന്നത്. അങ്ങനെ അവർ ഗോൽഗോഥയിൽ എത്തിയ ഉടനെ അവർ യേശുവിന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. താൻ അത് രുചിച്ചു നോക്കിയാറെ കുടിക്കാൻ വിസമ്മതിച്ചു. യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിക്കുവാൻ റെഡി ആയതുകൊണ്ട് സുബോധത്തോടെ അത് സഹിക്കണം എന്നോർത്തായിരുന്നു അത് കുടിക്കാൻ വിസമ്മതിച്ചത്. തുടർന്ന് അവർ യേശുവിനെ ക്രൂശിക്കുമായിരുന്നു. ക്രൂശിൽ കിടത്തി, ഒരു വലിയ ക്രൂശിൽ യേശുവിനെ കിടത്തി, യേശുവിൻ്റെ കൈകളും കാലും വലിയ ആണി കൊണ്ട് അവര് തറച്ചു. എന്നിട്ട് ക്രൂശിൻ്റെ അടിഭാഗം അവര് നിലത്തോട്ട് അവര് താഴ്ത്തി. ക്രൂശിനെ പൊക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു പോൾ അതൊക്കെ പൊക്കുന്ന സമയത്ത് അതിൻ്റെ താഴെവശം നാട്ടും, അല്ലേ? എന്നിട്ടാണ് മുകൾവശം. ഇങ്ങനെ ഒരു മനുഷ്യൻ ആ ക്രൂശ് കിടക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അസ്ഥിയോട് ബന്ധം വിട്ട് പോകുന്ന രീതിയിൽ വരെ ആകും. കാരണം ഈ ആണികളിലാണ് യേശുവിൻ്റെ വെയിറ്റ് ഫുള്ളും ബാലൻസ് ചെയ്യുന്നത്, അല്ലേ? അവിടെ ഒരു വലിയ ഉലച്ചിൽ സംഭവിച്ചു. ഈ ക്രൂശീകരണ സമയം നമ്മുടെ സമയം ഏറെക്കുറെ രാവിലെയും അവിടെ ഉച്ച 3 മണി സമയം ആയിരുന്നു. യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ദുഷ്പ്രവർത്തിക്കാരെയും ക്രൂശിച്ചിരുന്നു. ഇനി അവര് ക്രൂശിച്ച സമയത്ത് യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ ഒരു പലകയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ഒരു കുറ്റസംഗതി യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ എഴുതിയിരുന്നു. യേശുവിൻ്റെ വസ്ത്രം അവരെന്ത് ചെയ്തു? അവർ പടയാളികൾ പങ്കിട്ടെടുക്കുകയും അങ്കി ചീറ്റിട്ട് എടുക്കുകയും അവർ ചെയ്തു. ഈ സമയത്ത് അവർ അതാണ് ചെയ്തത്. ഇനി അതുവഴി കടന്നു വന്ന പുരോഹിതന്മാര്, ശാസ്ത്രിമാര്, സാധാരണക്കാര് എല്ലാവരും യേശുവിനെ പരിഹസിച്ചു. എന്തിനധികം യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്രൂശീകരിച്ചിരുന്ന ആ 2 കള്ളന്മാർ പോലും യേശുവിനെ പരിഹസിച്ചു. ആ സമയത്ത് ഒരു ഏറെക്കുറെ 6 മണി മുതൽ 3 മണിക്കൂർ ദേശത്തെങ്ങും ഇരുട്ടായി. വലിയ ഭൂകമ്പം ഉണ്ടായി. പള്ളിയിലെ തിരശ്ശീല മോള് തൊട്ട് താഴെ വരെ കീറിപ്പോവുകയും ചെയ്തു. യേശു അത്യുച്ചത്തിൽ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് വിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. യേശു ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. പടയാളികൾ അവരെന്ത് ചെയ്തു? ഒരു കുന്തമെടുത്ത് തൻ്റെ വിലാപ്പുറത്ത് കുത്തി. അപ്പോൾ രക്തവും വെള്ളവും കൂടെ പുറത്തു വന്നു. യേശു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ട് അവർ യേശുവിൻ്റെ അസ്ഥികളെ ഒന്നും ഒടിച്ചില്ല. സന്ധ്യ ആയപ്പോൾ അരിമത്യക്കാരനായ യോസെഫ് എന്നൊരു മന്ത്രി
വന്ന് പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുവാൻ അനുവാദം ചോദിച്ചു. പീലാത്തോസ് തന്നെ അനുവദിക്കുകയും ചെയ്തപ്പം അരിമത്തിക്കാരനായ യോസേഫും യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായ ആരാന്നൊന്ന് കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കിയ രഹസ്യ ശിഷ്യൻ നിക്കോദിമോസ്, ഇവർ രണ്ടുപേരും യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി. പീലാത്തോസിന് യേശുവിനെ ക്രൂശിച്ച സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊരു തോട്ടമുണ്ടായിരുന്നു. അവിടെ പാറയിൽ നിന്ന് വെട്ടിയെടുത്ത് ആരെയും വെക്കാത്ത ഒരു പുതിയ കല്ലറയിൽ അവർ സുഗന്ധവർഗവും പൂശി യേശുവിനെ അടക്കം ചെയ്തു. പീലാത്തോസ് അവിടെ കല്ലറയുടെ വാതിൽക്കൽ മുദ്രയിടുകയും അവിടെ കാവൽക്കാരെ ആക്കി നിർത്തുകയും ചെയ്തു. അങ്ങനെ യേശു തൻ്റെ ദൗത്യം നിവർത്തീകരിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ഏത് പാപിക്കും പാപമോചനം കൊടുത്ത് യേശു അപ്പച്ചൻ എന്ത് ചെയ്തു? ക്രൂശിലൊരു യാഗമായി തീർന്നു. അതാണ് നമ്മൾ ഈ പാഠത്തിൽ കണ്ടത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യത്തിലോട്ട് നമുക്ക് വന്നാലോ? ഇന്ന് നമ്മുടെ മനപ്പാഠവാക്യം 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ഹൂ his own self bear our sins in his own body on the tree, that we, being dead to sins, should live unto righteousness, by whose stripes ye were healed. അപ്പം ഇതിനു വേണ്ടിയാണ് യേശു നമ്മുടെ പാപവും നമ്മുടെ ശാപവും വഹിച്ചിട്ടാണ് ക്രൂശിൽ യാഗമായി തീർന്നത്, അല്ലേ? ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. യേശു കുറ്റക്കാരനല്ല എന്ന് വിധിച്ച ന്യായാധിപൻ ആർ? Who judged Jesus as one who is faultless? 2. പട്ടാളം യേശുവിനെ കയ്യേറ്റ ശേഷം നേരിട്ട പീഡനങ്ങൾ എന്തെല്ലാം? What all persecutions did the soldiers do to Jesus? 3. എവിടെയാണ് യേശുവിനെ ക്രൂശിച്ചത്? Where did they crucify Jesus? ഗോൽഗോഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? Meaning of the word Golgotha. 5. യേശുവിനെ ക്രൂശ് ഒടുവിൽ ചുമന്നത് ആർ? Who was the one who bore the cross at the end? 6. ക്രൂശിന്മേൽ എഴുതി വെച്ച കുറ്റസംഗതി എന്ത്? What was the charge against Jesus which was written on the cross? 7. യേശു ക്രൂശിൽ കിടന്നപ്പോൾ പ്രധാനമായും എന്തെല്ലാം സംഭവിച്ചു? When Jesus was crucified, what major things happened? 8. ഏലി ഏലി ലമ്മ ശബക്താനി എന്നാൽ അർത്ഥം എന്ത്? Meaning of ഏലി ഏലി ലമ്മ ശബക്താനി. 9. യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുവാൻ നേതൃത്വം നൽകിയ 2 പേര് ആരെല്ലാം? Which 2 people took initiative in burying Jesus? എന്നാൽ ഇന്നത്തെ നമുക്ക് ടാസ്കിലോട്ടൊന്ന് കടന്നാലോ? ഇവിടെ കൊടുത്തേക്കുന്ന പടങ്ങൾ നിങ്ങൾ കണ്ടോ? താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ ചിത്രങ്ങളുടെ ആദ്യ അക്ഷരം എടുത്തെഴുതി യേശു പിതാവിനോട് എപ്രകാരമായിരുന്നു എന്ന് കണ്ടെത്തുക. ജീസസ് വാസ് ഡാഷ് ടു ഗോഡ് ഹിസ് ഫാദർ. എല്ലാ പിക്ചേഴ്സിൻ്റെയും അക്ഷരത്തിൻ്റെ ആദ്യം, ഇംഗ്ലീഷിൽ അതിൻ്റെ അക്ഷരത്തിൻ്റെ ആദ്യം എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വേർഡ് കിട്ടും. അത് നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കൈകൾ കൂപ്പിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് സൺഡേ സ്കൂൾ കൂടുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോപ്പ, അവിടുന്ന് ഞങ്ങളുടെ പാപവും ശാപവും എല്ലാം വഹിച്ച് ക്രൂശി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് ഇന്ന് ഞങ്ങൾ ഈ പാഠത്തിൽ കണ്ടല്ലോ. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നപ്പ, യേശുവിലുള്ള പാപമോചനം എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് മറ്റുള്ളവരോട് പറയുവാൻ, യേശുവിൻ്റെ സാക്ഷിയായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണം. യേശു അപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.